ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ ഇനി വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ കൂടി ആ കാർത്തികയുടെ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മയോട് സംസാരിക്കുക ദീപയുടെ അടുത്ത്. അപ്പോൾ ദീപ പറഞ്ഞു, മോളെ കണ്ടത് വെച്ച് എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കാനാണ് സാധ്യത. അപ്പോൾ കിരണാണെങ്കിലോ അവിടെ കണ്ട ആ ഒരു പത്രമൊക്കെ എടുത്തിട്ട് ദീപയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇവര് ചെന്നൈയിൽ വലിയ ബിസിനസ്സുകാരൊക്കെയാണ്. ഇനി ഇവിടെ ഇവരുടെ ആ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും വെച്ചടി കയറ്റം തന്നെ ആയിരിക്കും. അങ്ങനെ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കാർത്തികയുടെ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ കല്യാണി ഇങ്ങനെ പറഞ്ഞു, എന്താണെന്ന് അറിയില്ലമ്മേ, ദേ ആ ചേച്ചിക്ക് എന്നോടും അതുപോലെ തന്നെ എൻ്റെ കാദംബരി ചേച്ചിയോടും ഒക്കെ വലിയ സ്നേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ കാദംബരി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. കാദംബരി പറയുന്നുണ്ട്, അല്ലമ്മേ എനിക്കറിയത്തില്ല, ദേ കിരണിനെയും കല്യാണിയും ഒക്കെ അവര് വിളിച്ചത് അവരുടെ ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് ഡിസൈൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടാണ്. പിന്നെ എന്നെ എന്തിനാ ക്ഷണിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ കല്യാണിയുടെ ചേച്ചി ആയതുകൊണ്ടായിരിക്കുമെന്നും പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പം അമ്മേ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് അതെന്തോ ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരു ചേച്ചി വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ദീപയുടെ അടുത്ത് വലിയ കാര്യത്തിന് സംസാരിച്ചു. മോളരെ ഒരു ദിവസം കാർത്തിക മോളെ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കണം കേട്ടോ. അവളെ മാത്രമല്ല അവളുടെ വീട്ടുകാരെയും ഒക്കെ വിളിക്കണമെന്നും പറഞ്ഞു ദീപയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ, ഈ പറയുന്ന പ്രകാശന്റെ ഇപ്പോഴത്തെ മുതലാളിയാണല്ലോ കാർത്തിക. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർത്തികയുടെ ഓഫീസ് കാണാൻ വേണ്ടിയിട്ട് പ്രകാശൻ എത്തുകയാണ്. അങ്ങനെ പ്രകാശൻ ഓഫീസിൽ എത്തിയതും അവിടുത്തെ ഫുൾ സെറ്റപ്പും ഒക്കെ കണ്ട് പ്രകാശൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഓ എൻ്റെ അമ്മേ, നല്ല പോലെ പൈസ മുടക്കിയിട്ടുണ്ട്, എന്തായാലും നല്ല ചിക്കിളിയുള്ള കൊച്ചു തന്നെയാണ് എന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ ആലോചിച്ചു. കാർത്തിക ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ അമ്മയുണ്ടല്ലോ, അതായത് പ്രകാശന്റെ മുൻ ഭാര്യ. പുള്ളിക്കാരി അവിടെ നിന്ന് പ്രകാശനെ രൂക്ഷമായിട്ട് നോക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പൊ പ്രകാശനാണെങ്കിൽ ഈ കാഴ്ചയൊന്നും കാണുന്നു. പ്രകാശൻ കാണാതെ തന്നെ പ്രകാശനെ ഇവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അവിടെ നടക്കുമ്പോഴത്തേക്കിനും ആ അമ്മ പ്രകാശന് ശരിക്കും പറഞ്ഞാൽ മുഖമൊന്നും കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രകാശന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശനെ ഇട്ട് വട്ടം കറക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അമ്മ അവിടുന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ കാർത്തികയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു ആ ദുഷ്ടനെ, അവൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം അമ്മ ഇപ്പം ഞാൻ അയാളെ എൻ്റെ ഡ്രൈവറാക്കി വെച്ചിരിക്കുകയാണല്ലോ, ദേ നമുക്ക് പടിപടിയായിട്ട് കാര്യങ്ങളൊക്കെ നീക്കാന്നും പറഞ്ഞ് ഈ അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണി ഇങ്ങനെ വാതിലൊക്കെ തുറക്കുക. അപ്പൊ ആരോ വന്ന് പുറത്ത് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ആ ഒരു സമയം കല്യാണി വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് കാർത്തിക വീട്ടിൽ വന്നതാണ്. അപ്പൊ കാർത്തികയെ കണ്ടതും ആ ചേച്ചി വാ എന്നും പറഞ്ഞ് കാർത്തികയെ വലിയ കാര്യത്തിന് ക്ഷണിച്ചിരുത്തി. അങ്ങനെ നമ്മുടെ കല്യാണിയും അതുപോലെ കാർത്തികയും കൂടെ സംസാരിക്കുക. അപ്പൊ ദീപ അങ്ങ് വന്നു. ദീപയോട് പറയുന്നുണ്ട്, അമ്മേരെ ഇതാണ് ഞാൻ പറഞ്ഞ കാർത്തിക ചേച്ചി. ആഹാ, മോളെ കുറിച്ചിട്ട് കല്യാണി എപ്പോഴും പറയാറുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ദീപയാണെങ്കിൽ അവളോട് നല്ല പരിചയമുള്ളതുപോലെ സംസാരിക്കുക, നല്ല സ്നേഹമായിട്ട് തന്നെ. അപ്പം ദേ ഇനിയിപ്പോൾ മോള് ഇപ്പോഴങ്ങ് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ, നിനക്ക് വേണ്ടിയിട്ട് നല്ലൊരു സദ്യ ഒരുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദീപ കിച്ചണിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇവരോടൊപ്പം കൂടുകയാണ്. അങ്ങനെ കിരണും കല്യാണിയും കാർത്തികയും ഒക്കെ കൂടി ഇങ്ങനെ അങ്ങനെ ഇവര് നല്ല ഗംഭീരമായിട്ടുള്ള സദ്യയൊക്കെ കഴിച്ചു. അപ്പം കല്യാണിയോട് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യും, കാദംബരി ചേച്ചിയും കൂടെ വിളിക്ക്, ചേച്ചിക്കും സദ്യ കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കല്യാണി പറഞ്ഞു, എന്നാ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിക്കാന്നും പറഞ്ഞ് കാദംബരിയെയും ഇവളോടൊപ്പം തന്നെ വിളിച്ചു. അങ്ങനെ 3 പേരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തിൽ അവിടെ അങ്ങനെ നിൽക്കുക. കൂടപ്പിറപ്പുകളാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു രീതിയിൽ നമ്മുടെ കല്യാണിക്കും കാദംബരിക്കും ഒക്കെ തോന്നുകയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ചേച്ചിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള സത്യം ഇവരാരും അറിയുന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സരയുടെ പിറന്നാളൊക്കെ നല്ല ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് മനോഹരനും അതുപോലെ ശാരിയും രാഹുലും ഒക്കെ കൂടെ പ്ലാൻ ഇടുകയാണ്. ഇങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ പൊടിക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ സരയുനാണെങ്കിലോ ഭയങ്കര നിർബന്ധം, മനുവേട്ട
ദേ മനുവേട്ടനും ഞാനും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അത് നമ്മുടെ കുഞ്ഞുണ്ടാകാൻ പോകുന്ന ആ ഒരു സമയത്ത് എൻ്റെ പിറന്നാൾ ആഘോഷമാണ്. അതുകൊണ്ട് അത് നല്ല ഗംഭീരമായിരിക്കണം, എനിക്ക് നല്ല നിർബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമാക്കുമ്പോഴത്തേക്കിനും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ താര അവിടെ എത്തുകയാണ്. എത്രയൊക്കെ വന്നാലും മകളാണല്ലോ സരയു. ആ ഒരു സത്യം താരയ്ക്ക് നല്ലതുപോലെ അറിയാവുന്ന കൊണ്ട് താരയാണെങ്കിൽ സ്വന്തം മകളെ കാണാൻ ഓടിയെത്തുകയാണ്. ഈ സമയത്താണെങ്കിൽ ശാരിക്കാണെങ്കിൽ പിടിവിട്ട് നിൽക്കുക. താരയെ കണ്ടതും ഇനി താര എന്തെങ്കിലും കാര്യങ്ങൾ സരയുനോട് വിളിച്ചു പറയുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ ശാരിക്കുണ്ട്. അപ്പം താരയെ കണ്ട പാടെ തന്നെ ബഗാസുരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കലി കയറി നിൽക്കുമ്പോഴത്തേക്കിനും താരയാണെങ്കിൽ ഈ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിൻ്റെയും കാര്യങ്ങളുടെ ഇടയിലേക്കാണ് അങ്ങ് ചെല്ലുന്നത്. അപ്പോൾ ദാ സരയുനാണെങ്കിൽ ഇവരെ കണ്ട പാടെ തന്നെ കലി വരാൻ തുടങ്ങി. താര ഒറ്റയ്ക്കല്ലാട്ടോ പോയത്, താരയോടൊപ്പം നമ്മുടെ കല്യാണിയും ഉണ്ട്. അങ്ങനെ ഇവരെ കണ്ടതും ദേ സരയു എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, ദേ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഒരക്ഷരം പോലും മിണ്ടാതെ തൻ്റെ മകള് തന്നെ എത്ര മാത്രം വെറുക്കുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ച് ആ അമ്മ ഇങ്ങനെ വിഷമിക്കുകയാണ്. സ്വന്തം മകളുടെ ബർത്ത്ഡേ ആയിട്ട് പോലും ആ മകളോടൊന്ന് ചിരിച്ച് സംസാരിക്കാനോ ആ മകളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഈ അമ്മയ്ക്ക് സാധിക്കുന്നില്ലല്ലോ. അതിൻ്റെ എല്ലാ സങ്കടവും ഉണ്ട് പുള്ളിക്കാരിക്ക്. വന്നതും താരയെ ഇഷ്ടപ്പെടാതെ ഇവരൊക്കെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിടുകയാണ്. അപ്പോഴും നമ്മുടെ കല്യാണിയാണെങ്കിൽ അതെ ഈ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത് തന്നെ മനസ്സിലാകുമെന്നും പറഞ്ഞ് താരയും കൂട്ടി അവിടുന്ന് പോവുക. അപ്പം എത്രയൊക്കെ ആയാലും താരയുടെ മകള് തന്നെയാണ് സരയു എന്നുള്ള കാര്യം ശാരിക്ക് ഒരു സംശയവും ഇല്ല. ശാരി അത് തെളിയിച്ചതുമാണ്. ബഗാസുരനും ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇവിടെ സത്യങ്ങളൊക്കെ അറിയാതെ നിൽക്കുന്നത് നമ്മുടെ സരയു തന്നെയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ മനോഹരനും അതുപോലെ തന്നെ ജിഷയും തമ്മിലുള്ള കല്യാണവും അപ്പുറം അങ്ങ് പൊടി പൊടിക്കുകയാണ്. ഇതൊന്നും അറിയാതെയാണ് തൻ്റെ ഭർത്താവായിട്ടുള്ള മനോഹരനെ കൂടെ അങ്ങ് ചേർത്ത് നിർത്തുന്നത് നമ്മുടെ സരയു. അങ്ങനെ ഈ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മുടെ കാർത്തിക വഴി വിക്രത്തിനെ ജയിലിൽ നിന്നും ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ നമ്മുടെ പ്രകാശൻ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പം പ്രകാശൻ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ മൂങ്ങാ മുത്തശ്ശിയും കൂടെ നേരെ ചെല്ലുകയാണ് കാർത്തികയുടെ അടുത്തേക്ക്. കാർത്തിക മോളെ ദേ ഞങ്ങൾക്ക് ഒരു സങ്കടം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മുമ്പേക്ക് എന്നോട് പറയാനുള്ളതെന്ന് ഇവളിങ്ങനെ തിരക്കുകയാണ്. ആ സമയത്ത് പ്രകാശൻ പറഞ്ഞു, മോളെ അച്ഛനും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്കറിയാലോ എൻ്റെ ഒരു മകന്റെ കാര്യം. അവനൊരു കള്ളക്കേസിൽ പെട്ട് ഇപ്പൊ ജയിലിലാണ്. അവനെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം, അവൻ ഇറങ്ങി കാണണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അമ്മയും പ്രായമായി വരികയാണ്, ഞാനും അതുപോലെ പ്രായമായി വരികയാണ്. മോളെ നീ വിചാരിച്ച മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ആകുള്ളൂ എന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് നമ്മുടെ കാർത്തികയുടെ അടുത്ത് ഇവൻ സംസാരിക്കുകയാണ്. അപ്പൊ കാർത്തികയ്ക്ക് അറിയാലോ കൊടും ക്രിമിനലാണ് വിക്രമെന്നും വിക്രത്തെ പുറത്തിറക്കി കഴിഞ്ഞാൽ ആർക്കൊക്കെ അത് ദോഷം ചെയ്യൂ എന്നുള്ള കാര്യം. സ്വന്തം കൂടപ്പറപ്പാണെങ്കിൽ കൂടിയും അവൻ്റെ ഈ ഒരു സ്വഭാവമായിട്ട് ഈ ചേച്ചി ഒത്തുപോകില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇനി വരുന്ന ആഴ്ചയിൽ നടക്കാനിരിക്കുന്നത്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.